നമ്മൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ശരിയല്ലേ? ആണോ? ഞാൻ പറഞ്ഞതിൽ യോജിക്കത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് കറണ്ട്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്യാസ്. ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ വളരെ പറയാം, എൻ്റെ മാത്രം കട്ട് ചെയ്യാതെ നിങ്ങളുടെ മാത്രം ഇടാവേ. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടിയാ മോനെ. ഞാനത് ഓട്ടോമാറ്റിക് ചെയ്ത സമയത്ത് എനിക്ക് 2 മോട്ടർ കൊടുക്കേണ്ടി വന്നു. അതെല്ലാം പാനൽസ് എല്ലാം പൊട്ടിപ്പോയി. ഞാൻ പറയാം എങ്ങനെയും ചെയ്ത് വെക്കുക. അപ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗം നോക്കിയപ്പോൾ അപ്പോൾ ഇന്ന് എന്താ അടുത്ത നമ്മുടെ ടോപ്പിക്ക്? വീടിൻ്റെ പുറത്തോട്ടം ഇറങ്ങാം. പുറത്തോട്ടിറങ്ങിയിട്ട് ഗേറ്റ് അടയ്ക്കാം. പട്ടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഗേറ്റ് നമ്മുടെ വാതിലുകളിലോട്ട് എത്താനായിട്ടുള്ള ആദ്യ പടി. ഗേറ്റില്ലാത്ത വീടുകളുണ്ട് കേട്ടോ. ഈ പറയുമ്പോൾ ചിലപ്പോൾ ഇത്രയും വ്യാപകമായത് ചെറിയ വീടുകൾ വന്നപ്പോൾ, ചെറിയ വസ്തുവിനകത്ത് വീടുകൾ വന്നപ്പോൾ ഗേറ്റ്, കോമ്പൗണ്ട് വാള് അതൊക്കെ വ്യാപകമായി. പണ്ട് നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ കുറവാണ്, ഇപ്പോഴും കുറവാണ്. അന്ന് വേലികളാണ് പറയുമ്പോൾ എല്ലാത്തിനെ കുറിച്ച്. മതിലുകൾ നല്ല വിഷയം, എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് തുടങ്ങിയാട്ടെ. അതെ. അപ്പോൾ ഗേറ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം അല്ലേ? യെസ്. എപ്പോഴും നമ്മൾ വീട് ചെയ്യുമ്പം വീടിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഗേറ്റും അതുപോലെ കോമ്പൗണ്ട് വാളും എല്ലാം. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് സേവ് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഡ്യൂറബിലിറ്റിയും വേണം. യെസ്, വേണം. അതിന് മുൻപൊരു കാര്യം വിട്ടുപോയി, ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റില്ല. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ശരിയായി, കറക്റ്റായി. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. അല്ല, അതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ, ഞങ്ങളുടെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ധാരാളം പേര് കാണുന്നുണ്ട്. 1.5 ലക്ഷം പേര് കണ്ടിട്ട് ആകെ 15,000 സബ്സ്ക്രൈബേഴ്സ്. ന്യായമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒന്നും മറക്കണ്ട. തുടങ്ങിയോ? അപ്പോൾ ഗേറ്റ്, അപ്പോൾ ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് പറയാം. ഞാൻ ചെയ്തത് നമുക്കിപ്പോൾ 8 വർഷത്തോളമായി ചെയ്തിട്ട്. അപ്പോൾ അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഗേറ്റ്സാണ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗേറ്റ്സുകളുടെ എണ്ണം ഭയങ്കര കുറവാണ് നമ്മൾ കണ്ടപ്പോൾ. പക്ഷേ എനിക്ക് ഇച്ചിരി വീതി കൂട്ടി ചെയ്യണമായിരുന്നു. കാരണം നമ്മളുടെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 മീറ്ററാണ് വഴി വരുന്നത്. അപ്പോൾ എല്ലാ വണ്ടി വന്ന് 8 സെൻറ്റാണ് ലാൻഡ്. അപ്പോൾ എല്ലാ വണ്ടി വന്ന് തിരിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി വീതി കൂട്ടി ചെയ്തു. എന്നിട്ടും നമുക്ക് ഏകദേശം ഒരു 15,000-16,000 രൂപയുടെ കോസ്റ്റ് ടോട്ടലി വന്നുള്ളൂ. ടോട്ടൽ ആ പ്രൊഡക്റ്റ് വന്നുള്ളൂ. അത് സ്ട്രക്ചർ ഒരാളെ കൊണ്ട് ചെയ്യിച്ചു. അതിനുശേഷം 11,000 റേഞ്ചാണ് വന്നത്. മെറ്റീരിയൽ എന്താ? ജി പൈപ്പ്. സ്ക്വയർ ട്യൂബ് എനിക്കൊന്ന് 3 ഇഞ്ച് 1.5 ഇഞ്ച് ഒരു റെക്റ്റാങ്കിളും അതിനകത്ത് വെർട്ടിക്കലായിട്ട് 2x1 ആണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത്. അത് അടുപ്പിച്ചടുപ്പിച്ചാണ്. കാരണം അന്ന് നമ്മൾ ചെയ്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വുഡൻ സ്ട്രക്ചർ വരുന്ന ഫെറോ സിമെന്റ് ചെയ്തിരുന്നതാണല്ലോ, അതായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനന്ന് കുറച്ച് അടുപ്പിച്ച് വെക്കണമായിരുന്നു ഓരോരോ പാലറ്റ് വെക്കാനായിട്ട്. അതിപ്പോൾ പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ അതിന് ശേഷം ചെയ്തത് നമ്മളുടെ ACP ഷീറ്റ്. ACP ഷീറ്റ് ചെയ്തു. അതിപ്പം നമ്മളിപ്പോൾ രണ്ടാമത് പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം 4,000 രൂപ ഷീറ്റിനെ കണ്ടായി. അത്രേ ഒന്നുള്ളൂ. എന്നാലും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ബെറ്ററാണ്, കുഴപ്പമില്ല. ഒരു 14,000-15,000 രൂപയ്ക്ക് നല്ലൊരു ഗേറ്റ് ചെയ്യാം. വെയിറ്റ് കുറവാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഗേറ്റുകൾ വളരെ ഈസിയാണ്. ഒരു നീക്കുന്ന ഗേറ്റും ഒന്ന് ഓപ്പൺ, ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ മറ്റൊരു സ്ലൈഡിംഗ് ഗേറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ACPയിൽ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് നമുക്ക് ഇത് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുന്നത് HPL അതോ HPL അല്ല, മറ്റേ ഇത് ചെയ്യാലോ, ഡിസൈൻ ചെയ്യാലോ. നമ്മുടെ ഇത് എന്നാ പറയാ, CNC ചെയ്തിട്ട്. CNC ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ വളരെ പറയാം, എൻ്റെ മാത്രം കട്ട് ചെയ്യാതെ നിങ്ങളുടെ മാത്രം ഇടാവേ. കട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഇടിയാ മോനെ. ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടിയല്ലോ. വേണ്ടതേ കിട്ടുന്നതേ. ചെയ്തിട്ട് നമുക്ക് കുറെ ഡിസൈൻ പാറ്റേണൊക്കെ കൊണ്ടുവരാം. ഇപ്പൊ എനിക്കൊന്ന് ഇതിന് മാത്രമല്ല, എല്ലാത്തിലും പല മെറ്റീരിയൽസിലും നമുക്ക് CNC ചെയ്തിട്ട് ഒരുപാട് ഡിസൈൻ കൊണ്ടുവരാൻ ഈസിയാണ്. പണ്ട് ഈ ഡിസൈൻ എല്ലാം വെൽഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് CNC ചെയ്തിട്ട് നമുക്ക് ഏത് ഡിസൈനും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏത് മെറ്റീരിയൽ ആയാലും ചെയ്യാൻ പറ്റും. അത് എൻ്റെയും ചെയ്തത് ഇതുപോലായിരുന്നു. സ്ലൈഡിംഗ് ഗേറ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ എന്താ പറയുക, കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അൺഈവനായിരുന്നു, അത് സ്ലോപ്പാണല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് 6 അടി ഗേറ്റ് 2 സൈഡിലോട്ട് തുറക്കാൻ പാകത്തിനുള്ള സാധനം ആണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സിംഗിൾ സ്ലൈഡിംഗ് ആയിരുന്നുണ്ടായിരുന്ന കുറച്ചുകൂടെ ബെറ്ററാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് ഓട്ടോമാറ്റിക് ചെയ്ത സമയത്ത് എനിക്ക് 2 മോട്ടർ കൊടുക്കേണ്ടി വന്നു. അതായത് ഇരട്ടി കാശ്. അത് സെപ്പറേറ്റ് പറയേണ്ടതാണ്. എങ്കിൽ പോലും അവിടെ ചെയ്ത സ്ലൈഡിംഗ് ആയിരുന്നു. GI ഇത് പൈപ്പ് ഇട്ട് തന്നെയാണ് ചെയ്തത്. GI പൈപ്പ്. അതിന് ശേഷം സാധാരണ നമ്മുടെ സിമെൻറ്റ് പ്രൈമർ അടിക്കുന്നു. അതിൻ്റെ മുകളിൽ ഗ്രേ കളർ പെയിൻറ്റിങ് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട്
28-29 രൂപയിൽ പണിക്കാശടക്കം തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ 8 വർഷം മുമ്പാണ്, എൻ്റെത് ഇപ്പോൾ 1 വർഷം ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്രയും എക്സ്പെൻസിൽ വ്യത്യാസം വന്നത്. അപ്പോൾ അങ്ങനെ തീർന്നിട്ടുള്ളതാണ് അവിടെ. സ്ലൈഡിംഗ് ഗേറ്റ് അതോടെ വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടില്ല, കാര്യം അത് സ്ലോപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരു തുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കവിടെ ഇല്ല. അങ്ങനെ ഉണ്ടായത്. പക്ഷേ അതിൽ തന്നെ ഗേറ്റുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് പണ്ടുണ്ടായിരുന്ന ഗേറ്റുകൾ ഇന്നത്തെ ഗേറ്റുകളും വരുമ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അലൂമിനിയത്തിൽ ഒരു ഗേറ്റുകൾ ചെയ്യാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗേറ്റുകൾ. ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്ര ലൈറ്റ് വെയിറ്റ് ആക്കി തുടങ്ങിയത്. യെസ് അല്ല, ഓട്ടോമേഷൻ വേറെ കാര്യമുണ്ട്. 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, വെയിറ്റ് വേണം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് അല്ലാതെ നമ്മൾ മാനുവലി യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അതിന്റെ ആവശ്യം കാരണം ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ തന്നെ അതിന്റെ ഒരു വീല് കംപ്ലൈന്റ് ആയത് ശരിയാക്കാൻ പറഞ്ഞിട്ട് കുറെ ആളായി, അവരെ കിട്ടിയില്ല. എന്നിട്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറഞ്ഞ ഗേറ്റായിട്ട് തന്നെ അത് തുറക്കാൻ ഭയങ്കര പാടില്ല. വെയിറ്റ് കൂടിയ ഗേറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര അത് അടിപൊളി ഓപ്ഷനാണ് അലുമിനിയം. അങ്ങനെയുള്ള അലുമിനിയം കോസ്റ്റ് വൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കോസ്റ്റ് വൈസ് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് അലുമിനിയം അല്ലേ റേറ്റ്, അതിന് റേറ്റ് വരുമല്ലോ. പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ കുട്ടിക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് വന്ന് തുറക്കാൻ പറ്റും. മറ്റേ ഓട്ടോമേഷൻ വരുമ്പോഴത്തേക്കും 500 കിലോ ആണ് അവിടുത്തെ ബ്രേക്കിംഗ് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ എത്ര വലിയ സംഗതിയാണെങ്കിലും ശരി, അത് ഈസി ആയിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് വലിച്ച് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ നമുക്കത് മാനുവലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, ഗ്രീസ് ഇട്ട് മറ്റേ ഓയിൽ മറ്റൊന്ന് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന് മെനക്കെടും. ഇല്ല, നമുക്ക് സമയം മടി മാത്രമല്ല, നമുക്ക് ചില സമയത്തല്ല ഓരോന്ന് തോന്നുക, അത് പാടാണ്. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സാധനം അവിടെ ഇറങ്ങിയാൽ ചിലപ്പോൾ ആ സമയത്ത് ഓയിൽ ഉണ്ടാവില്ല, ഗ്രീസ് ഉണ്ടാവില്ല. ഇതൊക്കെ പിന്നെ മേടിക്കണം എന്നാലായിരിക്കും നമ്മുടെ തല അങ്ങനെയൊക്കെ പോകും. പക്ഷേ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു GI പൈപ്പ് കൊണ്ട് തന്നെയാണ്. ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ അവൈലബിലിറ്റി എല്ലാം വളരെ കൂടുതലാണ് അതിനകത്ത്. ഒന്ന് ഓട്ടോമേഷൻ അതിന് ശേഷം ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പലരും ചിന്തിക്കുന്നത് ഗേറ്റ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഓട്ടോമേഷനോട് കൂടി ഗേറ്റ് കിട്ടുക എന്നുള്ളത്. നമുക്ക് ഏത് ഗേറ്റിലും ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അത് നിങ്ങൾ അതായത് 2 സ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പകുതി ഇപ്പം എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന പോലെ 50-50 സ്ലൈഡിങ് ആണെങ്കിൽ 2 സൈഡിലും വെച്ച് കൊടുക്കണം. ഇനി സിംഗിൾ സ്ലൈഡിങ് ആണ് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ പോകണമെന്ന് വെച്ചാൽ പകുതി പൈസ ഒറ്റ മോട്ടർ മതി. അതായത് എനിക്ക് 35,000 രൂപ ഒരു മോട്ടറിന്, 2 മിനിറ്റ് 70,000 രൂപ എടുക്കുക കൊടുക്കേണ്ടി വന്നു. 35,000 രൂപയ്ക്ക് പരിപാടി അവസാനിക്കും ഈ പറഞ്ഞ പോലെ സ്ലൈഡിങ് ഗേറ്റ് ചെയ്യുമ്പോൾ. ഇനി അതല്ലാതെ നോർമലി ഹിഞ്ച് ഓപ്പൺ ഗേറ്റുകൾ, അതിനും ഇപ്പോൾ ഓട്ടോമേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു മോട്ടർ മതിയല്ലോ, ഒരു ഒറ്റ മോട്ടർ. അല്ല, സ്ലൈഡിങ് വരുമ്പോൾ 2 മോട്ടർ വേണം. സ്ലൈഡിങ് അല്ല, മറ്റേത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 2 ഓപ്പൺ ആവണം. ഹിഞ്ച് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ 2 ഓപ്പൺ ആവണം. അതിന് ഈ പറഞ്ഞതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓപ്പൺ ഗേറ്റ് ആയിരിക്കണം. ഒറ്റ ഇതിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒറ്റ മോട്ടറിൽ പരിപാടി തീരും. അത് പക്ഷേ ആ സ്പേസ് അത് തന്നെ അനുവദിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഗേറ്റിൽ തീരെ ചെറിയ മൈക്രോ ലാൻഡുകളാണ് സിംഗിൾ ആയിട്ട് സ്ലൈഡിങ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മടക്കി കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ എവിടെയാണോ ഭിത്തിയുള്ളത് അങ്ങോട്ട് ചെരിഞ്ഞു കയറി പോകുന്ന ട്രെയിൻ ഗേറ്റുകൾ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ കൊട്ടിയം ജംഗ്ഷനിൽ ഒരിടത്ത് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിലല്ല, ആ ഒരു കൊമേഴ്ഷ്യൽ സെന്റർ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രെയിൻ പോലെ പോകുന്ന രസമാണ്. ബെൻഡ് ചെയ്തൊക്കെ ചാനൽ വെച്ചേക്കുന്നത്. അത് കസ്റ്റമൈസ്ഡാ. കാര്യം അതിനെ അങ്ങനെ ആ ചാനൽ വൈസ് ചെയ്തെടുത്ത് ആ ബെൻഡ് അടക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അലൈൻമെന്റ് ചെയ്ത് കൊടുക്കും. ഇത് ആദ്യം ഞാൻ കാണുന്നത് 2010 ഇതല്ല, കൂടുതലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അത് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പം കാണണമെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ കിയയുടെ ഷോറൂം ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ അതാ ചെയ്തേക്കുന്നത്. ഈ ഗേറ്റ് ഞാൻ ഗുജറാത്തിൽ ഏതോ ടൈൽ ഫാക്ടറി പോയ സമയത്ത് അവിടെയാണ് ഇത് കാണുന്നത്. അത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നത്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഗേറ്റാ. ഭയങ്കര രസം അത് ഓപ്പൺ ചെയ്യാൻ. ഇങ്ങനെ ചെറിയ പാർട്സാ, ഇങ്ങനെ തള്ളി നീക്കാനും തിരിച്ചു കൊണ്ടുവരാനും വളരെ എളുപ്പമാണ്. ഇപ്പം ഇവിടെ നമ്മുടെ കലൂരല്ലല്ലോ, ഹൈവേ സൈഡ് NH തന്നെ ബൈപ്പാസിലുള്ള ഷോറൂമിലാണ് ഉള്ളത്. ഇത് റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്. കോസ്റ്റ് കൂടുതലാണ്. കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതിന്റെ നീളം അനുസരിച്ചിട്ട് ഹൈറ്റ് കുറവാണ്, നീളം അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം ഇതിനെ അടക്കി നിർത്താൻ പറ്റും. കുറച്ച് ഈസിയാണ്, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്, അങ്ങനെ കാണാൻ രസമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തുരുമ്പ് വരാതിരിക്കാനായിട്ട് SS-ലാണ് അത് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും പലരുടെയും ചിന്ത GI ചെയ്യുമ്പോഴത്തേക്കും തുരുമ്പ് വരുന്നത്. GI പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യണം. പ്രൈമർ അടിച്ച് അപ്പോക്സി പ്രൈമേഴ്സ് അല്ലേ എല്ലാം എപ്പോക്സി പ്രൈമർ. അപ്പോക്സി പ്രൈമർ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. അപ്പോക്സി പ്രൈമറാണ്. ഞാൻ സിമെന്റ് പ്രൈമർ എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. സോറി, സിമെന്റ് പ്രൈമർ അല്ല, എപ്പോക്സി പ്രൈമർ ആണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അത് 2 പാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്രയും നമ്മൾ ഉപയോഗിച്ചിട്ട് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ വീട്ടിലൊക്കെ പല കാര്യത്തിലും മേടിച്ചിട്ടുണ്ട്. 2 പാർട്ടാണ് കുറച്ചുകൂടെ എന്താണ് സ്റ്റിഫായിട്ട് തോന്നിയത്. പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്. മറ്റേതിന് നമ്മുടെ പഴയ പ്രൈമറിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എനിക്കറിയില്ല,
അറിയാവുന്ന പെയിന്റർമാരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. അതെ, നമ്മള് കുട്ടികൾ ആരും പറഞ്ഞതുപോലെ നമ്മളെന്തൊക്കെയോ പറഞ്ഞു, വേറെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു. അല്ല, ഗേറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും വുഡൻ ഗേറ്റിൽ നിന്ന് തുടങ്ങണ്ടാണ് ശരിക്കും. വുഡൻ ഗേറ്റ് ഇപ്പൊ ഇല്ല. കാര്യം ബെൻഡിങ് ഒക്കെ വന്നപ്പോഴത്തേക്കും വുഡൻ ഗേറ്റ് ധാരാളം നിന്ന് മഴ പെയ്യുമ്പോ ഒരു വെയിറ്റ്, ഉണക്കത്ത് വേറൊരു വെയിറ്റ്, വളവ് തിരിവ് ഭയങ്കര പാടാണ്. പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ ഇല്ല, അങ്ങനെ അത് ചിന്തിക്കാ മറന്നുപോയി ഇല്ലേ ആ സാധനം. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ ധാരാളം അവിടെ അത് പറ്റുന്ന മഴ എന്ന് പറയുന്ന സാധനങ്ങൾ കുറവാണ്. പിന്നെ ട്രീറ്റ് ചെയ്ത മരമായിരുന്നു അവർ കൂടുതലും അതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വുഡൻ ഹട്ടുകളാണല്ലോ അവര്, വുഡ് വെച്ചിട്ടാണ് വീട് പോലും വുഡ് വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിന് കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഇതിൽ വരുമായിരുന്നല്ലോ നമ്മുടെ കാസ്റ്റൈൻ ഭയങ്കരമായിട്ട് ഒരു സമയത്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാണാനേ ഇല്ല. കാസ്റ്റൈൻ്റെ ഒരു കമ്പനി തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, ഏതാ എൻ്റെ പേര് മറന്നുപോയി. അവർ പാലാ സൈഡിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ഷോറൂം തന്നെ ഒരു പറമ്പെടുത്തിട്ട് അവിടെ ഗേറ്റിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ സെൻറ്റർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് അച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ, ഓരോ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ വെൽഡ് ചെയ്ത്. പക്ഷെ ഇവരാരും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര വെയിറ്റ് ആണ്. എനിക്കൊന്ന് ഒരു സമയത്ത് നല്ല രീതിയിൽ കാസ്റ്റൈൻ യൂസ് ചെയ്യാം. ഗേറ്റിന് മാത്രമല്ല, നമ്മളുടെ പാർട്ടീഷനായിട്ടും കാസ്റ്റൈൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ധാരാളം കാസ്റ്റൈൻ്റെ ഒരുപാട് പ്ലേറ്റുകൾ വരെ അവൈലബിൾ ആണ്. പക്ഷേ യൂസേജ് കുറഞ്ഞു, ഒന്ന് വെയിറ്റ്, പിന്നെ അതിന്റെ വെൽഡിങ് നോർമൽ രീതിയിലല്ല, വ്യത്യാസമുണ്ട്. കാസ്റ്റൈൻ വെൽഡിംഗ് ആണ്. ഫ്ലെയിമിങ് നടക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പലരും പറഞ്ഞ്, കാർബൺ എമിഷൻ എന്തൊക്കെ പറഞ്ഞു പറയുന്നത് അതിനെ കുറിച്ച് ഞാൻ അറിയില്ല. അപ്പോൾ വെൽഡിംഗ് പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആണല്ലോ അതിന്റെ. വെയിറ്റ് ഗേറ്റിനകത്ത് മെയിൻ പ്രശ്നം കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും, വെയിറ്റ് നല്ല രീതിയിലുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമാണ്, ഭയങ്കര സ്റ്റൈലിഷ്, റോയൽ സ്റ്റൈലൊക്കെ ഗേറ്റ് ഉണ്ടാക്കി കാസ്റ്റൈൻ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ 2-3 ലക്ഷം രൂപയ്ക്ക് മുടക്കി ഒരു ഗേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ഭയങ്കര റോയൽ ലുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് കിടിലൻ ഡിസൈൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല വേശികാരുണ്ട്, നല്ല രീതിയിൽ ഗേറ്റ് പണിയുന്ന ഒത്തിരി. പണ്ടൊക്കെ നമ്മുടെ GI പൈപ്പ് ബെൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ പാടായിരുന്നു. ഇപ്പം അതിന് ഒരുപാട് മിഷൻസ് വന്നു, ഒരുപാട് എന്താ പറയാ. ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് ധാരാളമായി. ഒരാള് കിട്ടലാണ്, പക്ഷേ ഓപ്ഷൻസ് ധാരാളമായി. എങ്ങനെ വേണേൽ ചെയ്തെടുക്കാൻ, നമ്മൾ അതിനെ തപ്പിപ്പോയാൽ മാത്രം മതി. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ ചെയ്ത കാര്യം പറഞ്ഞു, ACP പാനൽ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒത്തിരി പാനൽസ് യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് HPL ഷീറ്റ് യൂസ് ചെയ്യാം. പ്ലാങ്കുകൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാങ്കുകൾ തന്നെ നമുക്ക് ഫൈബർ ടൈപ്പ് ഉണ്ട്, ധാരാളം പ്ലാങ്കുകൾ ടൈപ്പ് ഉണ്ട്, ഡെക്കുകൾ, ഡെക്ക് പ്ലാങ്കുകളുണ്ട്, അതൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ട് ഒത്തിരി സാധനങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗേറ്റുകൾ അതെല്ലാം. ഈ പ്ലാങ്ക്സ് ഉപയോഗിച്ച്, അതുപോലെ എനിക്ക് HPL ഷീറ്റിന് 100 പോകാണ്ട് റേറ്റ് വരും. 150 തൊട്ട് സ്റ്റാർട്ടിങ്, ഏറ്റവും കുറഞ്ഞ 120-150 രൂപ. പക്ഷേ ഡ്യൂറബിൾ ആണ്, അതേപോലെ കിടന്നോളും, വെയിറ്റ് കുറവാണ്, മഴയത്തും വെയിലത്തും ഡ്യൂറബിൾ ആണ്. വലിയ ബെൻഡിങ്ങോ അങ്ങനെയുള്ള ചാൻസ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇഷ്ടംപോലെ ലേബേഴ്സ് ഉണ്ട്, കളർ ഓപ്ഷൻസ് കിട്ടും. ACPയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ACP എനിക്ക് അങ്ങനെ അധികം സ്ഥലങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ACP ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയി, അതുകൊണ്ടാണ് HPL ഷീറ്റാണ് കൂടുതൽ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഉത്സാഹമാണ് പല മെറ്റീരിയൽ ചൂസ് ചെയ്യാൻ. പിന്നെ നമ്മളൊരു റിനോവേഷൻ വരുന്ന സമയത്ത് എങ്ങനെയും ചെയ്തു വെച്ചാൽ മതി. പക്ഷേ അതെല്ലാം പാനൽസ് എല്ലാം പൊട്ടിപ്പോയി. എന്താ എങ്ങനെയും ചെയ്ത് വെക്കുക. അപ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗം നോക്കിയപ്പോൾ ഇതാണ് അവൈലബിലിറ്റി ഉള്ള ഒരു ഓപ്ഷൻ. ചെറിയ പൈസ ആയുള്ളൂ, 4000 രൂപ ഷീറ്റിനായുള്ളൂ. വേറെ വീട്ടിലെന്താ വേറെ ഒരു വർക്ക് നടന്ന സമയത്താണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരിത് ഫിക്സ് ചെയ്ത് തന്നു. അപ്പോൾ കോസ്റ്റ് വലുതായിട്ടൊന്നും ആയില്ല, എളുപ്പമായിരുന്നു, ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഗ്രേ കളർ കിട്ടുമല്ലോ, നമുക്ക് ഇഷ്ടംപോലെ കളർ അവൈലബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് തോന്നുന്നത്. ഇത്രയൊക്കെ തന്നെ. ഇപ്പം നമ്മൾ കോമൺ ആയിട്ടൊരു സാധനം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മതിലും ഗേറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിൽ നമുക്ക് സജഷൻസ് വന്നിട്ടുണ്ട്. ഒത്തിരി ഓട്ടോമേഷൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഓട്ടോമേഷൻ സെപ്പറേറ്റ് ഒരു ഓട്ടോമേഷൻ ഫോമിനെ തന്നെ ഇരുത്തി ചെയ്യേണ്ട സബ്ജക്റ്റ്. ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. ഓട്ടോമേഷൻ ഇത് ചെയ്യാം, ഏത് ഗേറ്റ് നിങ്ങൾ ചെയ്താലും ആ ഗേറ്റിൽ സിമ്പിളായിട്ട് ഓട്ടോമേഷൻ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ഓട്ടോമാറ്റിക് ഗേറ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന സാധനം അങ്ങനെ മേടിച്ചു വെക്കുകയല്ല. ഗേറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഓട്ടോമേഷൻ. അത് നമ്മൾ അതെ, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. സെൻസർ വെക്കുമ്പോൾ പുറത്തും അകത്തും ഉണ്ടെങ്കിൽ ഇതെന്നാന്ന് വെച്ചാൽ സേഫ്റ്റി നമ്മുടേതും വെളിയിൽ നിന്ന് വരുന്നവരുടേതും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മാത്രം സേഫ്റ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. അത്രയൊരു ഹൈ പ്രഷറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 500 കിലോ ആലോചിച്ച് നോക്കണം. 500 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുയർത്താൻ പറ്റുന്ന വെയിറ്റ് അല്ല, അത്ര ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രഷറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാലേ ഈ ഗേറ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്ന സുരക്ഷയെക്കുറിച്ചാണ്. നമ്മൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ശരിയല്ലേ?
ആണോ? ഞാൻ പറഞ്ഞതിൽ അല്ല, യോജിക്കത്രേ സത്യം. ഉള്ളൂ. അതെ അതെ അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് കറണ്ട്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്യാസ്. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള 2 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ വീട് മെയിൻ. എന്തുകൊണ്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നത് കൊണ്ട്. ശരിയല്ലേ? ഇതെല്ലാം അങ്ങനെ തന്നെയാണ്, എങ്ങനെ ചെയ്യണം എന്ന് അറിയാന്നുള്ള കാര്യം. അല്ലാതെ ഇതിനെങ്ങനെ സംഭവിച്ചെന്ന് മുട്ടനായകൾ വരെ നമ്മൾ സ്വയം വിഡ്ഢികളാവാതിരിക്കുക എന്നുള്ളതാണ്. അത് സത്യം. അല്ല ഇപ്പം എനിക്കൊന്ന് പണ്ടത്തെ അത്രയും വലിയ ഗേറ്റ് ഒന്നും ആരും ചെയ്തിരുന്നില്ല. വളരെ അപൂർവമായിട്ടാണ് അത്രയും ഹെവി ഗേറ്റ്സുകൾ കാണുന്നത്. അവരിപ്പോൾ ഒരു ഡിസൈൻ പാർട്ടായി ഗേറ്റും. അതെ, ഇപ്പോൾ ഒരിക്കലും ഒരു പ്രൊട്ടക്റ്റീവ് പാർട്ടല്ല, ഡിസൈൻ പാർട്ടായി ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് ചെയ്ത് കാണുന്നത്. കാരണം ചെറിയ കോമ്പൗണ്ട്സ് വന്നപ്പോഴത്തേക്ക് അവർക്ക് വലിയ ഗേറ്റിന്റെ ആവശ്യമില്ല, തുറന്നു വെക്കാനുള്ള സ്ഥലമില്ല. പിന്നെ മാത്രമല്ല ഓട്ടോമേഷൻ അതിനനുസരിച്ച് നമുക്ക് അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഓട്ടോമേഷന് വേണ്ടിയിട്ട് നമുക്ക് വീട് പണിയുമ്പോൾ തന്നെ ആ പ്ലാനിൽ പ്രോപ്പറായിട്ടുള്ള ചാനൽസ് ഇടാനും ഈ കോൺഡ്യൂട്ട് പൈപ്പ്സ് ഇടാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ CCTV അങ്ങനെയുള്ള മറ്റുള്ള ഓട്ടോമേഷൻ എല്ലാം വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സസറീസുകളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ കരുതലുകളും എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പം ഒത്തിരി ചേഞ്ചസ് വന്നു. ഇതിനെല്ലാം കോസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇതൊക്കെ. പിന്നെ സ്വാഭാവികം ഗേറ്റിനകത്തൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരുപാട് സോഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെറ്റീരിയലിനെ കുറിച്ച് പറയാനുണ്ടോ? ഗേറ്റിനകത്ത് മെറ്റീരിയൽ നമ്മൾ GI പറഞ്ഞു, പിന്നെ മാത്രമല്ല നമ്മൾ ബാക്കിയുള്ള അലുമിനിയം പറഞ്ഞു. അതൊക്കെയാണ് പൊതുവെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാസ്റ്റ് പറഞ്ഞു. വേറെ മെറ്റീരിയലൊന്നും അങ്ങനെ യൂസ് ചെയ്യാവുന്നതായിട്ട് കാണുന്നില്ല. ഉപയോഗിക്കാം, പക്ഷേ യൂസ് ചെയ്ത് കാണുന്നില്ല. ബാക്കിയുള്ള നിങ്ങൾ കമന്റ് ചെയ്യൂ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. SS യൂസ് ചെയ്യാം, പക്ഷേ അത് വന്നേരം എക്സ്പെൻസ് നല്ല കൂടുതൽ. SS യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത് SS അങ്ങനെ കാണുന്നില്ല, കുറവാണ് കാണുന്നത്. ഇപ്പം അങ്ങനെ യൂസ് ചെയ്യലില്ല. ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇതിൽ പറയാനായിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്. പിരിയുന്നു.